welcome to Azerbaijan day 2. നമ്മൾ ഇന്നുള്ളത് ഷഹദാഗിലാണ് കേട്ടോ. അസർബൈജാനിലെ ഒരു വിന്റർ സിറ്റി എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഷഹദാഗിലാണ്. അപ്പോൾ ഇന്ന് ഷഹദാഗിലെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഇങ്ങോട്ട് വരുന്ന കുറച്ച് അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേഗം പോയി കണ്ടിട്ട് വാ. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സെക്കൻഡ് ഡേ ഇൻ അസർബൈജാൻ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ്, ഇപ്പോൾ സമയം 8 മണിയായല്ലേ, നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഫേമസ് ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫുള്ള് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഷഹദാഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്ന് ഈ വ്ളോഗിൽ. നമുക്ക് ഫസ്റ്റ് എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കം, ലെറ്റ്സ് ഗോ. നല്ല റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് രാവിലെ തന്നെ. ഞാൻ ഈ ഒരു സംഭവം അർമേനിയിൽ നിന്ന് കഴിച്ച്, ഞാൻ എടുത്തോളൂ, നീ അവിടെ വെച്ചോ. പിന്നെ ഇവിടെ എഗ്ഗിൻ്റെ എന്തൊക്കെയോ സംഭവമുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് ബട്ടറാണോ വല്ല സൂപ്പാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ പിസ്സ ഉണ്ട്. ഏതാ മുട്ടേൻ്റെ ഇല്ല, നീ കുറച്ചെടുത്ത്, ചിലപ്പോൾ അവരെ മസാല ഇട്ടിട്ടുണ്ട്, രസമുണ്ടാവില്ല. ഉണ്ടോ, ഇങ്ങനെ കുറേ സാലഡ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, പിന്നെ കുറേ ടൈപ്പ് ചീസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അതെന്താ ഷാമിലി, നമ്മുടെ ഹിന്ദി സോങ് അവർക്ക് ഇന്ത്യനാന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നല്ലേ. എന്താ ഇപ്പൊ സംഭവിച്ചേ? ഷാമിലിക്ക് ഫാൻസ് ആയി കേട്ടോ ഇവിടെ അസർബൈജാനില്. നല്ല കേട്ടോ, നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് മൊത്തത്തിൽ ഈ ഹോട്ടലായിക്കോട്ടെ, ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, നല്ല അടിപൊളിയല്ലേ, നല്ല ആംബിയൻസ് അല്ലേ, ഭയങ്കര ഇഷ്ടമായി. ഇനി പുറത്തുള്ള വ്യൂ കാണിച്ചു കൊടുക്കുക ശ്യാമിലി. അത്യാവശ്യം നല്ല കാറ്റാട്ടോ, നമുക്കത് ഫീൽ ചെയ്യാം. ഫുള്ളൊരു മൂടി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ ഷഹദാഗിലേക്ക് പോവാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴ കേട്ടോ ഷാമിലി. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് ഇത്. വാട്ട്സ് യുവർ നെയിം ബ്രോ? My name is Ilkan. Ilkan. Yeah. Welcome. Nice to meet you. Nice to meet you too. ഇവിടെ നമ്മളെ ഗൈഡ് ആയിക്കോട്ടെ, നമ്മളെ ഡ്രൈവർ ചേട്ടനായിക്കോട്ടെ, നല്ല ഫ്രണ്ട്ലി കേട്ടോ. നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഒക്കെ നല്ല ഇവിടുത്തെ ബാക്കൂരിലെ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഗൈഡ് അല്ലെങ്കിൽ ഡ്രൈവർ ആ രീതിയിലെല്ലാം നല്ല ഫ്രണ്ടായിട്ട് ആണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എനിക്ക് പുറത്ത് കാണിച്ചു തരാൻ ഞാൻ മഴ പെയ്യുന്നത്. നല്ലൊരു മൂടി ക്ലൈമറ്റ് കേട്ടോ. നമുക്ക് ദുബായിൽ നമ്മൾ മഴ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമുക്ക് മഴ കിട്ടി. ഇവിടെ നമ്മൾ മഴ കിട്ടാനല്ല ആഗ്രഹിച്ചത്, ഷഹദാഗിൽ മഴ പെയ്യണ്ടായിരുന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മഴ പെയ്താൽ നമുക്ക് നല്ലൊരു ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല.
ചേട്ടന് മലയാളം സോങ് വേണം പോലും. അപ്പൊ ഞാനൊരു മലയാളം നമ്മുടെ ഇലുമിനാറ്റി ചേട്ടന്റെ ഫോണിൽ പ്ലേ ചെയ്ത് കൊടുക്കുന്ന Malayalam song. ലൈക്ക് മലയാളം സോങ്. അപ്പൊ നമ്മൾ ഇലുമിനാറ്റി നമ്മൾ ചേട്ടനെ വെച്ചു കൊടുക്കാം കേട്ടാ. ഒരു കടയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് ഇല്ലായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ വന്നു കേട്ടോ. ടൂത്ത് പേസ്റ്റ് വിൽ ടേക്ക് too small is enough. Very small because only for 2 days, no? The smallest is, How much? I will ask, I don't know. Maybe 4 or 3 or 4 pounds. I will ask. Okay. 7 pounds. Hi Fuad, good morning. How are you? Good morning, how are you? I'm doing good. See, I am sitting in your place, okay? You don't mind, right? നമ്മളെ ചിലൊരു പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ഫുവാദ് ബായ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഗ്രോസറിയോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിക്കണം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വന്നിരിക്കും. ഭയങ്കര കാറ്റാട്ടോ. മുടി ഫുള്ള് പോയടാ. ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത ടൈപ്പ് ഡ്രൈ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഫുവാദ് ബ്രോ, വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? Also, ചെറി? our cherry. ഇതെന്തോ ടൈപ്പ് ചെറിയാന്നാ പറഞ്ഞ. മുട്ട ഇങ്ങനെ ട്രേയിലിട്ടിട്ട് നാടൻ മുട്ടയാന്ന് തോന്നുന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്യണമായിരുന്നു അല്ലേ? ടേസ്റ്റ് ഇല്ലേ, വെറുതെ വാങ്ങിട്ടെന്താ. വെറുതെ വി നീഡ് ടു ടേസ്റ്റ് വൺസ്. They won't like me. Like I believe. Chestnut. അല്ല കാഷ്യൂ നട്ടുമല്ല. അയ്യോ എനിക്ക് നമ്മള് ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു നോട്ട് നൗ ബ്രദർ. I don't want now. ഇതൊരു ചുട്ട ചക്കക്കുരുവിന്റെ ടേസ്റ്റ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. ഇത് ഉണക്കമുന്തിരിയാണ് നമ്മുടെ ഫുവാദ് ബ്രോന്റെ വീട്ടിൽ നിന്ന്. ഫുവാദ് ബ്രോ സേ ഹായ്. ഫുവാദ് ബ്രോന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇവിടെയുള്ള ആൾക്കാർക്ക് പൊതുവെ ഇങ്ങനെ സ്മോക്കിങ് ഭയങ്കര കേട്ടോ. എനിക്ക് തണുപ്പുള്ള രാജ്യം ആയതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ഇല്ലാണ്ട് സ്മോക്കിംഗ് ചെയ്യാത്ത ആൾക്കാരെ കാണാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഈ ഇപ്പുറത്തെ സൈഡിലൊരു മൗണ്ടെയിൻ കാണുന്നില്ല, ഇതാണ് 4 ഫിംഗർ മൗണ്ടെയിന്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കാസ്പിയൻ സീ എന്ന് പറയുന്നത്. ഈ ട്രെയിൻ കണ്ടോ, ഇത് റഷ്യയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. മെയിനായിട്ട് പെട്രോൾ അല്ല ബ്രോ? പെട്രോള് കൊണ്ടുവരുന്ന. കാക്കേ കൂടെ വീട്. So brother,
You were telling something, no, regarding cultivation. What is the main cultivation in Azerbaijan? This area, Guba, is so famous. Cherry and apple. It's so tasty and sweet. But Now it's not season, no? Now is not season for that. We can't take it fresh from tree. But Okay. if you will come in season time, from tree, from garden, you can eat fresh, Okay. direct from tree. Maybe next time. നമ്മൾ ആ ഒരു മാജിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാല്ലേ. സ്നോഫോള് നമ്മുടെ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ സ്നോ കണ്ടിട്ടുണ്ടെങ്കിലും സ്നോയിൽ കളിച്ച് സ്നോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്നോഫോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ ഇത് ഇവര് പറഞ്ഞതെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഇവിടെ അങ്ങനെ അധികം തണുപ്പോ മീൻസ് സ്നോ അങ്ങനത്തെ കാര്യങ്ങളോ സ്നോ ഉണ്ടായിരുന്നു, പക്ഷെ സ്നോഫോൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വരുന്നത് നിങ്ങൾ നല്ല ടൈമിലാണ് വന്നതെന്നൊക്കെയാ പറഞ്ഞത്. പുള്ളി നിങ്ങൾ കണ്ടോ ഇങ്ങനെ സ്നോ ഇങ്ങനെ കിടക്കുന്നു, നല്ല ഫ്രഷ് സ്നോ കേട്ടോ. അമ്മ എന്ത് മഞ്ഞാന്നറിയോ, നോക്ക് നിങ്ങളെ, നോക്ക് മക്കളെ, നോക്ക് ഫുള്ള് മഞ്ഞാണ്. നോക്ക്, നമ്മളെ ഇവിടെ അവസാനം ഷെഹദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്നോ എന്ന് പറഞ്ഞാല് ഭയങ്കര സ്നോ കേട്ടാ. ഫൈനലി നമ്മള് എന്താ പറയാ ഷെഹദാഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ മൂടിയായിട്ടുള്ള ക്ലൈമറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മള് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ സ്നോഫോൾ ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ സ്നോഫോൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഫുള്ള് സ്നോ കേട്ടോ, ഭയങ്കര സ്നോ ആ. പുറത്ത് വരുന്ന വഴിക്ക് അത് കുറച്ചുകൂടി ഉയരം കൂടി സ്ഥലം തോന്നൂടാ, കാരണം ഇവിടെ അങ്ങനെ സ്നോഫോൾ കാണുന്നില്ല. നോക്കാം, നമുക്ക് എന്തായാലും പോകുന്നതിനിടയിൽ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും, ഗൂബ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ നോക്കാം. അങ്ങനെ ഇതിൻ്റെ കേബിൾ കാറിന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 16 മന്നത്താണ്, 2 പേർക്കായിട്ട് 32 അല്ല പറഞ്ഞേ, 32 18 ആണ്. രണ്ടാക്കും കൂടി 36 ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. നമ്മൾ റോളർ കോസ്റ്റർ ഉണ്ട്, അതിനെന്തൊക്കെയോ നമ്മൾ ഇതേപോലെ പേപ്പറിൽ സൈൻ ചെയ്യണം എന്നാണ് പോകേണ്ടത്. അപ്പോൾ അതിന് ടിക്കറ്റിന് ഇത്ര പൈസ എന്നറിയില്ല. എന്നാലും നമുക്കിത് നമ്മൾ പേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ റോളർ കോസ്റ്ററിനും കേബിൾ കാറിനും ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലേഡി ഇൻഫർമേഷൻ സെൻറ്ററിൽ ഒരു ലേഡി പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് കേബിൾ കാറിൽ പോകുന്നതായിരിക്കും നല്ലത്, എന്നിട്ട് പിന്നെ കാരണം അത് എത്രയോ മണി വരെ ഉള്ളൂ കേബിൾ കാറെ. അപ്പം അത് കഴിഞ്ഞിട്ട് 6 മണി വരെ ഉണ്ട് റോളർ കോസ്റ്റർ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം കേബിൾ കാറിൽ പോയി മുകളിൽ പോയിട്ട് പിന്നെ നമുക്ക് പിക്ചേഴ്സും ഫോട്ടോസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളില്ലേ ഈ ഡിസംബർ ആ സീസണിലാണ് വന്നെങ്കിലില്ലേ ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കുംടാ. ഇതിപ്പോൾ
സമയത്ത് വന്നോണ്ട് കുഴപ്പമില്ല അല്ലേ, മാനേജബിൾ അല്ലേ അല്ലേ, തണുപ്പ് മാനേജബിൾ അല്ലേ. അവിടെ ഒരാളുണ്ട് എൻട്രൻസിൽ, അയാള് ടിക്കറ്റ് നോക്കുന്നേ. എടാ ഇവരിടയിൽ നമ്മൾ പെട്ടുപോയല്ലോ. Thank you. Yeah, thank you. Oh, thank you. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ പോവാണ്. പോവാണ്. നല്ല തണുപ്പുണ്ട്. ഫാമിലി ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ. ഞാൻ എൻ്റെ 3ാമത്തെ പ്രാവശ്യം കേട്ടോ ഞാൻ കേബിൾ കാറിൽ പോലെ നമുക്ക് പോവാം. ഇവര് കേറുന്നു നോയിക്കോളെ. കേറിക്കോ. യെസ് ശ്യാമിലി ശ്യാമിലി. ഞാനില്ലേ ഇങ്ങനെ ആയിപ്പോയിരിക്കല്. എന്ത് രസമെന്ന് അറിയോ, ഫുള്ളും മഞ്ഞ. അയ്യോ ഫുള്ള് മൂടി, ഒന്നും കാണുന്നില്ലല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വരുന്നൊന്നും കാണുന്നില്ല. ഇങ്ങനെ അടുത്തെത്തുമ്പോഴും മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മള് ഷഹദാബ് മുകളിലെത്തി കേട്ടോ കേബിൾ കാറിൽ. നല്ല രസമായിരുന്നു. ശ്യാമിലി, നിന്റെ ഫസ്റ്റ് കേബിൾ കാർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ലല്ലേ. പൊളി പൊളി. ഇനി നമുക്ക് കുറച്ചേരം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോവാണ് കേട്ടോ നമ്മള്. സ്നോയിൽ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഫാമിലി, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? വെരി നൈസ്. തണുത്ത് വിറച്ച് കേട്ടാ. തണുപ്പ് എന്ന് പറഞ്ഞാൽ സ്നോയിൽ അങ്ങനെ തണുപ്പ് പ്രശ്നമില്ല, മാനേജബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ മറ്റേ സ്നോ എടുത്ത് കളിക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ മരവിച്ചു പോകുന്നു. ഇപ്പൊ തിരിച്ച് ഈ കേബിൾ കാറിൽ തന്നെ തിരിച്ചു പോന്നു. നമ്മള് അടുത്തതായിട്ട് റോളർ കോസ്റ്ററിലാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യമാണ് റോളർ കോസ്റ്റർ. നോക്കാം, വാ ശ്യാമിലി വാ. അതിന് ഒരുപാട് തിരക്ക്, നല്ല തിരക്കുണ്ട് കേട്ടോ. ശ്യാമിലി നോക്ക്, ആൾക്കാർ തിരക്ക് നോക്ക്. റോളർ കോസ്റ്റർ ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് അത്യാവശ്യം നല്ല തിരക്കാട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടാ. അങ്ങനെ കേറാൻ പോവാട്ടോ. വരുന്നുണ്ട്, സംഭവങ്ങളെ വരുന്നുണ്ട്. ട്ടാ പിടിച്ച
ആക്ച്വലി ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന വിഷ്വൽസ് മാത്രമേ എനിക്ക് പകർത്താൻ പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഏകദേശം -15°C ആയിരുന്നു ടെമ്പറേച്ചർ. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ റോളർ കോസ്റ്ററിന് ഭയങ്കര സ്പീഡായിരുന്നു. പിന്നെ നമ്മൾ ആണെങ്കിൽ നന്നായിട്ട് പേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. ഹൈസ് തണുപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. റോളർ കോസ്റ്റർ മാരകം അല്ലേ ഷാമലി? ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി. നമ്മളിങ്ങനെ പേടിച്ച് താഴോട്ടൊക്കെ പോകുമ്പോൾ പേടിച്ച് ഭയങ്കര എക്സ്ട്രീം കേട്ടോ. അസർബൈജാനിൽ വരുന്ന ആൾക്കാർ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ റോളർ കോസ്റ്റർ. അടിപൊളി. എന്താ പറയാ, റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് പൊളിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിപ്പോ കഴിഞ്ഞു. നല്ല തണുപ്പ്, എക്സ്ട്രീം തണുപ്പായി പോയി. ഇവിടെ ഇപ്പോ ടെമ്പറേച്ചർ എത്ര ബ്രോ? -7°C കേട്ടോ ടെമ്പറേച്ചർ. നമ്മൾ തണുത്ത് വിറക്കുമായിരുന്നു. പൊളി വൈബ്. വിസിബിലിറ്റി ഒന്നും ഇല്ല നമ്മൾക്ക് പോവാനേ, ഒട്ടും കാണുന്നില്ല. ഫുള്ളങ്ങ് മൂടിയിട്ടുള്ള -7°C കേട്ടോ. ഹംഗ്രി ഇത് കണ്ടോ?